നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരും രാവിലെ എണീറ്റ് വരുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും. നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. നാളെ അടുത്ത മാസം ആരംഭിക്കുകയാണ്. 1-ാം തീയതിയാണ്. ഒരു നല്ല തുടക്കമായിരിക്കട്ടെ നാളെ എന്ന് എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ആശംസ അറിയിക്കുകയാണ്. ഇനി ഇന്നത്തെ വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ, അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ അത് ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിന് ഗാസ അംഗീകരിക്കുമോ, അത് അംഗീകരിച്ചാൽ തന്നെ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതൊക്കെ ഇനി ഉന്നയിക്കപ്പെടുന്ന മറ്റു ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ കരൂർ ദുരന്തത്തിലേക്ക് വരുമ്പോൾ വിജയുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണം അതുണ്ടാകുമോ എന്നുള്ള വലിയ തരത്തിലുള്ള പ്രതീക്ഷ ഇന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ പോലീസ് കടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പദ്ധതി തയ്യാറാക്കി അമേരിക്ക, അംഗീകരിച്ച് ഇസ്രയേൽ. ഹമാസ് നിരസിച്ചാൽ ഇസ്രയേൽ ജോലി പൂർത്തിയാക്കുമെന്ന് നെതന്യാഹു. നീക്കം ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവും US പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് ക്ഷമാപണവുമായി നെതന്യാഹു. വിജയുടെ തമിഴ് വെട്രി കഴകം റാലിയിലെ തിക്കും തിരക്കും ദുരന്തത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ. പോലീസ് അറസ്റ്റ് ചെയ്തത് കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ. കൂടുതൽ നേതാക്കളുടെ അറസ്റ്റും ഉടനെന്ന് സൂചന. രാഹുൽ ഗാന്ധിക്കെതിരായ BJP വക്താവ് പ്രിന്റു മഹാദേവന്റെ വിവാദ പരാമർശത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. ദേശീയ തലത്തിലും ചർച്ചയാക്കും. വിവാദമായത് ന്യൂസ് 18 ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന പ്രിന്റുവിന്റെ പരാമർശം. സർക്കാരിനെ അറിയിക്കാനുള്ള പൊതുജനങ്ങളുടെ പരാതി ഇനിയൊരു ഫോൺ കോൾ അകലെ. മുഖ്യമന്ത്രി എന്നോടൊപ്പം കോൾ സെന്റർ പ്രവർത്തനം തുടങ്ങി. Thank you. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സര വിവാദം തുടരുന്നു. വിമർശിച്ച പ്രതിപക്ഷ കക്ഷികൾ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗം ഇന്ന്. വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ, ട്രംപുമായി നെതന്യാഹു നടത്തിയ കൂടിക്കാഴ്ചയും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. 2 വർഷമായി തുടരുന്ന ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സമാധാന പദ്ധതി പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പുറത്തിറക്കിയത്. ഗാസ വെടിനിർത്തലിന് US തയ്യാറാക്കിയ പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചു. അതേസമയം ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രയേൽ ജോലി പൂർത്തിയാക്കുമെന്ന മുന്നറിയിപ്പ് നെതന്യാഹു നൽകി. അതിനിടെ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് നെതന്യാഹു ക്ഷമാപണം നടത്തി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയോട് വൈറ്റ് ഹൌസിൽ നിന്ന് ഫോൺ വഴിയാണ് ക്ഷമാപണം നടത്തിയത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇസ്രയേൽ അംഗീകരിച്ചാൽ മാത്രം പോരാ ഈ സമാധാന കരാർ, അത് ഗാസ അംഗീകരിക്കണം. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയണം. ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയല്ലേ? അനുശ്രീ, ഗാസയിൽ എന്തായാലും സമാധാനം പുനഃസ്ഥാപിക്കുമെന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. സംബന്ധിച്ചുള്ള വിശദമായ ഒരു പദ്ധതി ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വൈറ്റ് ഹൗസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 20 നിർദ്ദേശങ്ങളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൽക്കാർക്ക് ഒരു ഭീഷണിയും ഉയർത്താത്ത ഒരു തീവ്രവാദത്തെ വിമുക്ത മേഖലയാക്കി ഗാസയെ മാറ്റുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. രണ്ടാമത്തേതായിട്ടുള്ളത് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. മൂന്നാമതായി ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ യുദ്ധം ഉടൻ അവസാനിക്കും. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങും. ഈ സമയത്ത് വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെക്കും. കൂടാതെ ഘട്ടം ഘട്ടമായി ഈ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകയും ചെയ്യുമെന്നുള്ള ഒരു നിർദ്ദേശം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ട് നിലവിൽ. അതിനുശേഷം ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അതായത് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് 72 മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളെയും
തിരികെ നൽകണം എന്നുള്ള ആവശ്യം ഈ ഒരു കരാറിൻ്റെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചു കഴിഞ്ഞാൽ 250 ജീവപര്യന്തം തടവുകാരെയും ഒപ്പം തന്നെ 2023 ഒക്ടോബർ 7 ശേഷം തടവിലാക്കപ്പെട്ട 1700 ഗാസക്കാരെയും ഇസ്രായേൽ വിട്ടയക്കും എന്നുള്ളതാണ്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തടവിലാക്കപ്പെട്ട എല്ലാവരും ഇതിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. ഓരോ ഇസ്രായേൽ ബന്ദികളുടെയും ഭൗതികാവശിഷ്ടങ്ങൾ വിട്ടയക്കുമ്പോൾ മരിച്ച 15 ഗാസക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇസ്രായേലും തിരികെ വിട്ടുകൊടുക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഗാസയിലെ ജനങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളുടെ ദൈനംദിന നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയമായ ഒരു പലസ്തീൻ കമ്മിറ്റിയുടെ ആവശ്യകതയുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായിട്ടുള്ള രീതിയിൽ ആയുധങ്ങൾ പിൻവലിക്കുന്നതിനും ഈ തരത്തിൽ ഹമാസ് ആയുധം താഴെ വെക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് പൊതുമാപ്പ് നൽകാനുള്ള ഒരു തീരുമാനം എടുക്കും. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അവർക്ക് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു നൽകും. അതിനുവേണ്ടി സുരക്ഷിതമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തി നൽകുമെന്നുള്ള കാര്യം കൂടി ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ ഗാസ മുനമ്പിലേക്ക് സഹായങ്ങൾ അയക്കാനുള്ള തീരുമാനമുണ്ടാകും. അതായത് 2025 ജനുവരി 19 ഇത് സംബന്ധിച്ചുള്ള മാനുഷിക സഹായ കരാറിൽ ഇസ്രായേൽ അടക്കം ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇത് നടപ്പിലാക്കാതെ പോയതായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിലവിൽ വരികയും ചെയ്യും. അതിൽ ഉൾപ്പെടുന്നത് വെള്ളം, വൈദ്യുതി, ഒപ്പം തന്നെ മലിനജലം പോകാനുള്ള സൗകര്യം എന്നിവ നൽകും. ഒപ്പം തന്നെ ആശുപത്രികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഒരു പുനഃസ്ഥാപനം നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് എല്ലാ റോഡുകളും പൂർണ്ണമായും തുറന്നു നൽകാൻ വേണ്ടിയുള്ള ഒരു നടപടികളുണ്ടാകും. മറ്റൊന്ന്, ഗാസ മുനമ്പിൽ വിതരണത്തിൻ്റെയും സഹായത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റെഡ് ക്രസൻറ്റും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും വഴി ഇരുകക്ഷികളുടെയും ഇടപെടില്ലാതെ തുടരുമെന്നുള്ളതാണ്. അതായത് 2 ദിശകളിലേക്കും റഫ ക്രോസിംഗ് തുറക്കുന്ന വഴി 2025 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനുവരി 19 കരാറിൻ്റെ ഭാഗമായി ഈ സംവിധാനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. മറ്റൊന്ന്, ഒരു രാഷ്ട്രീയേതര പലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക ഇടക്കാല ഭരണത്തിലായിരിക്കും ഇനി ഭരണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഒരു തരത്തിലും ഈ പദ്ധതികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 20 നിർദ്ദേശങ്ങളിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പകരം ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ യോഗ്യരായിട്ടുള്ള പലസ്തീനുകളെ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിദഗ്ധർ എന്നിവർ ഈ കമ്മിറ്റിയുടെ ഭാഗമാകും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സംഘടനയായ ബോർഡ് ഓഫ് പീസിൻ്റെ മേൽനോട്ടവും ഈ സമിതിയാണ് നിർവഹിക്കുക. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങളെയും ഇതിൻ്റെ ഭാഗമായി നിശ്ചയിക്കുകയും ചെയ്യും. പലസ്തീൻ അതോറിറ്റി അതിൻ്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുന്നവരെ ഗാസയുടെ നിയന്ത്രണം ഈ കമ്മിറ്റിക്കായിരിക്കുമെന്നുള്ളതാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതുള്ളതാണ്. മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റിലെ ചില ആധുനിക നഗരങ്ങളുടെ പിറവിക്ക് കാരണമായിട്ടുള്ള ഒരു പാനൽ രൂപീകരിച്ച് ഗാസയെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. അതിനുവേണ്ടിയുള്ള നടപടികളുണ്ടാകും. ഒരു കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഒരു മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് മുൻപ് എങ്ങനെയായിരുന്നോ പലസ്തീൻ എന്ന രാജ്യമുണ്ടായിരുന്നത്, ഗാസ എന്ന സിറ്റി ഉണ്ടായിരുന്നത്, ഗാസയിലെ മറ്റിടങ്ങൾ ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ തന്നെ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അതിന് പകരമായിട്ട് ഈ ഒരു മറ്റ് വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവർ ഇതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുകയും ചെയ്യും. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഘട്ടം ഘട്ടമായി ഇവ നടപ്പിലാക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അടുത്തതായിട്ടുള്ളത്, സഹകരിക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് പ്രത്യേകം താരിഫുകൾക്കുള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖല ഗാസയിൽ സ്ഥാപിക്കപ്പെടുമെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള താരിഫ് യുദ്ധം നടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഗാസയിലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ആരും ഗാസ വിട്ടു പോകാൻ നിർബന്ധരാകില്ല എന്നുള്ളതാണ്. പോകാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഏതെങ്കിലും തരത്തിൽ, നമുക്കറിയാം ഇനി 6 ലക്ഷത്തോളം ആളുകൾ ഗാസ സിറ്റിയിൽ തന്നെ ഇപ്പോഴും കഴിയുന്നുണ്ട്. നിരവധി പേർ പലായനം ചെയ്തിട്ടുണ്ട്. നിരവധി പേർ തെക്കൻ ഗാസയിലേക്ക് പോയിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു
നടന്നിട്ടുണ്ട്. ഇവരുടെ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളൊക്കെ നശിപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ പുനരുദ്ധീകരിക്കുന്ന ഒരു നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ഗാസയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ അത് അറിയിച്ചാൽ അവരെ സുരക്ഷിതമായി തന്നെ അവിടെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകും. ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഗാസയിൽ അവർ ജീവിച്ചിരുന്നത്, അതേ രീതിയിൽ തന്നെ ഇനിയുള്ള കാലങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നുള്ളതാണ്. അല്ല ഇവിടെ താമസിക്കേണ്ട മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതടക്കം തീരുമാനം എടുക്കും. അക്കാര്യത്തിലുമൊക്കെ ഒരു കൃത്യമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദര. അടുത്തതായിട്ടുള്ളത് ഹമാസും മറ്റു വിഭാഗങ്ങളും ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രീതിയിൽ ഒരു പങ്കും വഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഹമാസ് പൂർണ്ണമായും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ തീവ്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. ഹമാസ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രയേൽ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നെതന്യാഹു നേരത്തെ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും അനുശ്രീ, അതായത് ഈ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി ഇസ്രയേൽ പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രയേൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഹമാസ് ഈ കരാറിനോട് ഇതുവരെയും ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 72 മണിക്കൂർ സമയമാണ് ഇതിനുവേണ്ടി നൽകിയിട്ടുള്ളത്. ഇതൊരു അന്ത്യശാസ്ത്രം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ അതെല്ലാം ഉണ്ട്. 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഹമാസിന്റെ ഒരു തീരുമാനം ഉണ്ടാകണം. അതല്ല എങ്കിൽ പിന്നീട് ഗാസയിൽ നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലുള്ള ചില പരാമർശമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഭീഷണി സ്വരത്തിൽ എന്ന രീതിയിൽ തന്നെയാണ് ഹമാസ് ഇതിനെ അംഗീകരിച്ചില്ല എങ്കിൽ ഉന്മൂലനം ചെയ്തു കളയും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എയർ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള ആക്രമണം അതിൻ്റെ തോത് ഇനിയും വർദ്ധിക്കും. ആ രീതിയിൽ കുറച്ചുകൂടി, അതായത് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 മാസക്കാലത്തോളം വേണ്ടിവരും ഈ ഗാസ സിറ്റി ഉൾപ്പെടെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും തങ്ങളുടെ പരിധിയിലേക്ക് എടുക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിലാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടാവും, കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഹമാസ് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം മുൻകാലങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള പല ചർച്ചകളും നടന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും ഹമാസും ഇസ്രായേലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഇനി വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണോ ഇത് എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യമൊക്കെ നാനാഗോളിൽ നിന്ന് ഉയർന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന, ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഈ ഒരു പദ്ധതിയെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപ് വെച്ചിരിക്കുന്ന ഈ സമവായ ഫോർമുല എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ആ സമവായ ഫോർമുലയെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പോൾ ഒരു തരത്തിലും ഹമാസിന് ഇതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനോ സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ, ഒരുപക്ഷേ ഹമാസ് ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം വംശഹത്യ എന്ന രീതിയിലായിരുന്നു ഐക്യരാഷ്ട്രസഭ അടക്കം ഈ ഒരു ഇസ്രായേലിന്റെ നടപടിയെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അത്രത്തോളം വലിയ ക്രൂരതയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിക്കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള നടപടി ഹമാസ് സ്വീകരിച്ചില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളും രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ തുടർന്നു പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇനി എന്ത് നടപടികളായിരിക്കാം കൈക്കൊള്ളാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരിന്ന് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിനോട് ഇതുവരെയും ഹമാസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ഹമാസ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കും. മുൻകാലങ്ങളിലും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ, അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു ഹമാസിന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ വിഷയത്തെയും കാണുക. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെയല്ല ഇപ്പോൾ
പൂർണ്ണമായും ഈ ഗാസയിൽ നിന്ന് സൈന്യം പിന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനെ ആ ഒരു ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഹമാസിനുമാകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു അനുകൂല നടപടി അല്ലെങ്കിൽ ഒരു അനുകൂല തീരുമാനം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രത്യേകിച്ച് പലസ്തീൻ എന്ന രാഷ്ട്രം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നുള്ള ചില നിബന്ധനകൾ സ്വാഭാവികമായും ഹമാസ് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി പ്രകാരം മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അനുസരിച്ച് അതാ മിഥുൻ, അതുപോലെ തന്നെ ഈ ഗാസയിലെ ആക്രമണത്തിൽ ട്രംപിന്റെ ഇടപെടൽ ലക്ഷ്യം കാണുന്നു. അതുപോലെ തന്നെ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ നെതന്യാഹു ക്ഷമാപണം നടത്തുന്നു. അതിലും ട്രംപിന്റെ ഇടപെടൽ പ്രസക്തമല്ലേ വളരെയധികം? അനുസരിച്ച് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ശ്രമം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. കാരണം ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഒപ്പം തന്നെ ഖത്തറിന്റെ പരമാധികാരത്തിൽ നേരെ ഉണ്ടായ കയറ്റത്തിൽ തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ്, ക്ഷമാപണം നടത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിനു മുമ്പ് പല രാജ്യങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ക്ഷമയോ അല്ലെങ്കിൽ അതിനോ ഖേദം പ്രകടിപ്പിക്കാനോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മറ്റ് മന്ത്രിമാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഖത്തറിലെ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ അതിനെ പൂർണ്ണമായും ഇപ്പോൾ ഇസ്രായേൽ കൂടി അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു, മാപ്പപേക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച. അതിൻ്റെ ഇടപെടൽ സ്വാഭാവികമായും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഖത്തറും അമീറുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിക്കുകയും ഒപ്പം തന്നെ ഇനിയൊരു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരു തരത്തിലും ഖത്തറിന്റെ മണ്ണിൽ ഉണ്ടാകില്ല എന്നുള്ള ചില ഉറപ്പുകൾ ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ആക്രമണത്തെ മുൻകൂട്ടി അമേരിക്ക അറിയുകയും ചെയ്തതാണ്. പക്ഷേ അതിനൊരു ഖത്തറിനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വൈറ്റ് ഹൗസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു, ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് ഇസ്രായേൽ പാലിച്ചില്ല എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ, അത്തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ നേരത്തെ ഡൊണാൾഡ് ട്രംപ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ ഖത്തർ ആക്രമണത്തെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരുന്നു. എന്തായാലും ഇതെല്ലാം ഒരു ശുഭസൂചനയായി തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള അശാന്തി അതിലെല്ലാം തന്നെ ഒരു പരിഹാരമാകാൻ പോകുന്നു. ഗാസയിൽ യുദ്ധം അവസാനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സമാധാന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് എം ജി മിഥുനാണ്. മറ്റു വാർത്തകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ എല്ലാവരെയും ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അധിക താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും കൂടി 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രൂത്ത് സോഷ്യലിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒരു കുഞ്ഞിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ സിനിമാ നിർമ്മാണ ബിസിനസ് അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ഈ ട്രംപിന്റെ ആക്ഷേപം. നികുതി ഇളവുകളും വിദേശത്തെ വേതനം കുറഞ്ഞ തൊഴിലാളികളും തേടുന്നതിനും പകരം സ്റ്റുഡിയോകളെ US മണ്ണിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനാണ് താരിഫുകൾ ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിൽ മനു ഭരതിന്റെ റിപ്പോർട്ട് കാണാം. ട്രംപിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അത് പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ട്രംപ് ചില പുതിയ കാര്യങ്ങളുമായി വരികയാണ്. അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന സിനിമകളിൽ 100% താരിഫ് ഏർപ്പെടുത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് സിനിമകൾ നിർമ്മിക്കേണ്ടത്. അവിടെ നിന്നും സിനിമകൾ മറ്റ് രാജ്യങ്ങൾ തട്ടിയെടുക്കുന്നു. കുട്ടികളിൽ നിന്ന് മുട്ടായി തട്ടിയെടുക്കുന്നത് പോലെയാണ് മറ്റ് രാജ്യങ്ങൾ ഇവിടുത്തെ സിനിമാ വ്യവസായം തട്ടിയെടുക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു. കാലിഫോർണിയയിലെ ഗവർണർ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നാണ് ട്രംപിൻ്റെ ആക്ഷേപം. അപ്പോൾ ഈ സിനിമകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ സിനിമകളുടെ നിർമ്മാണം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം പല രാജ്യങ്ങളും നികുതി ഇളവ് കൊടുക്കുന്നു. പിന്നെ ഈ സാങ്കേതിക ജീവനക്കാരെ ഒക്കെ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടും. അതുകൊണ്ട് ചെറിയ വേതനം കൊടുത്ത് അവരെ ഉപയോഗപ്പെടുത്താം എന്ന് കരുതി പലരും അമേരിക്കയ്ക്ക് പുറത്താണ് സിനിമകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് അനുവദിക്കാനാകില്ല എന്നാണ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം. അത് കാലിഫോർണിയയെ രക്ഷിക്കാനാണെന്നാണ് ട്രംപ് പറയുന്നത്. മറ്റൊന്ന് നോർത്ത് കരോലിനയെ സംബന്ധിച്ചാണ്. അവിടെ ഈ ഫർണിച്ചർ ഇൻഡസ്ട്രി നല്ല തോതിൽ വികസിക്കേണ്ടതാണ്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. പല രാജ്യങ്ങളും അവിടെ നിന്നുള്ള ഈ ഫർണിച്ചറുകൾ വാങ്ങുന്നില്ല. അതുകൊണ്ട് അത് വാങ്ങാത്ത രാജ്യങ്ങൾക്കെതിരെ താൻ ഒരു പുതിയ താരിഫ് പ്രഖ്യാപനവുമായി വരും എന്ന് ട്രംപ് പറയുന്നു. അത് എന്താണെന്നുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള നികുതികൾ കൊണ്ട് ട്രംപ് മൊത്തത്തിൽ രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് അകത്തുള്ളവരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നിപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൽ
ഒരു കാര്യം, ഈ ഭീഷണി പല പല ഘട്ടങ്ങളിൽ പല പല തരത്തിലാണ് പുറത്തു വരുന്നത്. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. മറ്റൊരു പ്രതികരണം വന്നിട്ടുള്ളത് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ്. അവിടെ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനി മത്സരിക്കുന്നുണ്ട്. അയാളെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തണം എന്ന നിലപാടാണ് ട്രംപിനുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിക്കുന്നത് ഈ സൊഹ്റാൻ മംദാനി ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഇത്തരം കമ്മ്യൂണിസ്റ്റുകാരെ ജയിപ്പിക്കാൻ പാടില്ല, ഇതൊരു പരാജയപ്പെട്ട ആശയമാണ്, അതുകൊണ്ട് അയാളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് ട്രംപ് ആഹ്വാനം ചെയ്യും. അപ്പോൾ ട്രംപിൻ്റെ ഈ ആഹ്വാനം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഈ സൊഹ്റാൻ മംദാനി വന്നാൽ അദ്ദേഹത്തിന് നൽകേണ്ട പണം, നൽകേണ്ട ഉത്തരവാദിത്വം തൻ്റെ ഭരണകൂടത്തിനാണ്. അതൊരിക്കലും ഉണ്ടാകില്ല. പാലിക്കപ്പെടാൻ കഴിയാത്ത വാഗ്ദാനങ്ങളുമായാണ് സൊഹ്റാൻ മംദാനി വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ പൈസ കിട്ടില്ല, ഒരിക്കലും അദ്ദേഹം ജയിച്ചാലും ആ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ട്രംപ് പറയുന്നു. സൊഹ്റാൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാകാത്ത വാഗ്ദാനങ്ങളാണ് എന്ന് ട്രംപ് കുറിക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചർച്ചാ വിഷയമാവുകയാണ്. അവിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി കുർട്ടിസ് സിൽവയുണ്ട്. പക്ഷേ ട്രംപ് ഇദ്ദേഹത്തോട് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയാണ് സൊഹ്റാൻ മംദാനി. അപ്പോൾ മുൻ ഗവർണർ ആൻഡ്രൂസ് ക്യുമോ അവിടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പോൾ ഈ ആഡംസ് 2021 ഡെമോക്രാറ്റ് പാർട്ടിയുടെ നോമിനേഷൻ സ്വീകരിക്കുകയും അവിടുത്തെ ന്യൂയോർക്ക് മേയറാവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആണ് ഇപ്പോൾ ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായി ആൻഡ്രൂ ക്യുമോ മത്സരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആയ കുർട്ടിസ് സിൽവയും അവിടെയുണ്ട്. അപ്പോൾ കുർട്ടിസ് സിൽവയോട് പിൻവാങ്ങാനാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഏത് തരത്തിലും ഈ സൊഹ്റാൻ മംദാനിയെ പരാജയപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും എതിരാളിയായി നിൽക്കുന്നത് ഈ മുൻ ഗവർണറായ ആൻഡ്രൂ ക്യുമോവാണ്. അപ്പോൾ ആൻഡ്രൂ ക്യുമോവെയാണ് ട്രംപ് പ്രോത്സാഹിപ്പിക്കുന്നത്. അദ്ദേഹം അവിടെ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായി വരാനൊരു ശ്രമം നടത്തി. പക്ഷേ പ്രൈമറികളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. തൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ അവിടുത്തെ നിലവിൽ ഉള്ള മേയറിനോട് പിൻവലിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് സ്വാഭാവികമായി പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസിന് ആ സ്ഥാനത്ത് മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് പിന്മാറാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പിന്മാറുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപ് തൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ വയ്ക്കുന്നത്. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ന്യൂയോർക്ക് സിറ്റി വരുന്നത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഈ ട്രംപിൻ്റെ നടപടികൾ ശക്തമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പലതരത്തിലുള്ള തടസ്സങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറയുന്നത് ഈ മംദാനിയുടെ രാഷ്ട്രീയ തത്വചിന്ത ശരിയല്ല, അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുന്നു. വാഗ്ദാനങ്ങൾ ഒന്നും പ്രായോഗികമല്ല എന്ന് പറയുന്നു. മാത്രമല്ല, മഹത്തായ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിൽ ഒന്നായിരിക്കും മേയർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റായ സൊഹ്റാൻ മംദാനിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഒരിക്കലും മംദാനി കിട്ടില്ല. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ മഹത്തായ നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഈ മേയർക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇത് എല്ലാം വോട്ടർമാർ ഓർക്കണം എന്ന് പറയുന്നു. അത് ഈ വ്യാജ കമ്മ്യൂണിസ്റ്റ് വാഗ്ദാനങ്ങളാണ് ഇദ്ദേഹം നൽകുന്നത്. അത് നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രസിഡന്റ് എന്ന നിലയിൽ അതിനുള്ള ഒരു പണവും താൻ നൽകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രമൊക്കെ ട്രംപ് പറയുന്നു. ട്രംപ് അത് ജനങ്ങൾ ഓർക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ഈ പ്രത്യയശാസ്ത്രത്തെയാണ് ട്രംപ് ആക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഒരു വ്യക്തി അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ആൾ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന ഒരു നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ട്രംപ് അവിടെ നിലവിലെ സിറ്റിംഗ് മേയറോട് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. റിപ്പബ്ലിക്കൻ സ്വന്തം പാർട്ടിയിലെ ആളോടും പിന്മാറണം എന്ന ഒരു നിലപാടാണ് ട്രംപ് എടുക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. നിലവിൽ ഡെമോക്രാറ്റുകളുടെ പ്രൈമറിയിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ആൻഡ്രൂ ക്യുമോയോട് ഒരു അനുകൂല സമീപനം ട്രംപ് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും ജയിപ്പിക്കണം എന്നൊരു നിലപാടാണ്
ട്രംപ് ആവർത്തിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ നോമിനിയായ സൊഹ്റാൻ മംദാനി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പരിഹസിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തെ ഏതു വിധത്തിലും പരാജയപ്പെടുത്തണമെന്ന് വോട്ടർമാരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള പലതരം പോസ്റ്റുകളാണ് ഈ ട്രംപിൻ്റെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ട്രംപ് എന്ത് തരത്തിൽ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നത് വലിയ തോതിൽ അമേരിക്കക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ പോലെ തന്നെ അമേരിക്കയിലുള്ള ആളുകൾക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. റൂൾ 15 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് നീക്കം. കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് നോട്ടീസ് നൽകും. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിഷയം കൂടുതൽ ചർച്ചയാകുന്നു, കോൺഗ്രസ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു അല്ലേ? തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസിന്റെ നീക്കം, UDFന്റെ നീക്കം. ഇന്നലെ റൂൾ 15 നോട്ടീസ് ചർച്ചയ്ക്കിടെ പലതവണ പ്രതിപക്ഷങ്ങൾ സർക്കാരും BJP ഒത്തുകളിക്കുന്നു അല്ലെങ്കിൽ BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ ഈ വിഷയത്തിൽ AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഈ ന്യൂസ് 18 വാർത്താ സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇന്ന് റൂൾ 15 നോട്ടീസായി തന്നെ വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതും KPCCയുടെ അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് ഈ വിഷയം ഇന്ന് സഭയിൽ ഉന്നയിക്കും. ഇതിനായി അദ്ദേഹം സ്പീക്കറുടെ ഓഫീസിന് ഇതിനകം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശക്തമായി തന്നെ വിഷയം ഉന്നയിക്കും. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നില്ല. കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ചർച്ച കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അത്ര നടപടി ഉണ്ടായില്ല. അതിശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തുകയാണ്. എല്ലായിടത്തും ഈ വിഷയം ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് നിയമസഭയ്ക്കകത്തുകൂടി ഈ വിഷയം ഇന്ന് ഉന്നയിക്കാൻ, അതും റൂൾ 15 നോട്ടീസായി ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തുകയായിരുന്നു. നിയമസഭയിൽ വീണ്ടും ഇത് ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. റൂൾ 15 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് നീക്കം. കൂടുതൽ വിവരങ്ങളാണ് വി അരുൺ നൽകിയത്. അരുൺ, ഇനി കോൺഗ്രസ് എന്ത് തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും നീങ്ങുക എന്ന് വേണം നമ്മൾ കരുതാൻ? അനുശ്രീ, ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ മാർച്ചുകൾ ഉണ്ടായിരുന്നു, പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് KPCCയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി, AICC നേതാവ് ദീപാദാസ് മുൻഷിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മറ്റു ജില്ലകളിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. BJP നേതാവിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഭയപ്പെടുന്നു എന്ന ആരോപണമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ ചില ഭരണപക്ഷ MLA-മാർ പരാതി കൊടുക്കാൻ പോലും തയ്യാറാകാത്തവരാണോ, ധൈര്യം കാട്ടാത്തവരാണോ ഇത്തരം പരാതിയുമായി വരുന്നത് എന്ന ചോദ്യമാണ് ഭരണപക്ഷത്തെ ചില MLA-മാർ ഉന്നയിച്ചത്. ഈ ഇത്തരമൊരു കുലവിളി നടന്നിട്ടും ഔദ്യോഗിക പരാതി KPCCയുടെ നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ തയ്യാറാകാത്തതിനാണ് ഭരണപക്ഷം വിമർശിച്ചത്. ഏതായാലും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രിന്റുവിനെതിരെ ഇതിനകം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ, അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ ആവശ്യം അതാണ്. സഭയിലും ഇക്കാര്യം അതിശക്തമായി തന്നെ ഉന്നയിക്കാൻ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതിൽ സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലും വലിയ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശക്തമായ തന്നെ വിഷയം ഉന്നയിക്കണമെന്ന പ്രതിപക്ഷം തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് സഭയിൽ ഇത് കൊണ്ടുവരുന്നത്. അരുൺ, അതുപോലെ തന്നെ ഈ സമ്മേളന കാലയളവിൽ നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് അംഗീകരിച്ച് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഇന്ന് ഈ പ്രിന്റുവിനെതിരായ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത അത് എത്രത്തോളമായിരിക്കും? പ്രതിപക്ഷത്തിന്റെ റൂൾ 15 നോട്ടീസ് ചർച്ചയ്ക്ക് തുടർച്ചയായി സർക്കാർ ചർച്ചയ്ക്കെടുത്തു. കഴിഞ്ഞ സഭകളിലൊന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ റെക്കോർഡായി തന്നെ അത് മാറുകയും ചെയ്തു. പക്ഷേ ഈ വിഷയം എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭരണകക്ഷിയും അതുപോലെ തന്നെ സ്പീക്കറും ഒക്കെയാണ്. ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ചർച്ചയ്ക്ക് തയ്യാറായാൽ അത് പ്രത്യേക ചർച്ചയായി 12 മണി മുതൽ 2 വരെ പ്രത്യേക ചർച്ച നടക്കും. പക്ഷേ ഇതിൽ അടിയന്തര സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ സർക്കാർ സ്വീകരിച്ച നടപടി? പരാതി ലഭിച്ചപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അത് ഇന്ന് സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി ഈ നോട്ടീസിന്റെ പരിഗണനാ വേളയിൽ
ശൂന്യവേദിയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കും. അതിനനുസരിച്ചായിരിക്കും ഈ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുമോ അല്ലെങ്കിൽ തള്ളിക്കളയുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകുന്നത്. ശരി, ന്യൂസ് 18 ചർച്ചയ്ക്കിടയിലായിരുന്നു പ്രിന്റു മഹാദേവിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശം. ഇത് നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കൊക്കെ പോകുമ്പോൾ പ്രിന്റുവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. വിഷയം ദേശീയ തലത്തിലും ചർച്ചയാക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചർച്ചയ്ക്കിടയിലായിരുന്നു പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്ന വിവാദ പരാമർശം നടത്തിയത്. ഇതിൽ ഡാൻ കുര്യന്റെ വിശദമായ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. ന്യൂസ് 18 ചർച്ചയ്ക്കിടെ BJP വക്താവ് പ്രിന്റു മഹാദേവൻ നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് നടത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രൂക്ഷമായ വിമർശനമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടും പ്രിന്റു മഹാദേവിനെതിരെ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. BJPയും അതോടൊപ്പം CPM തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമായിട്ടാണ് അനങ്ങാപ്പാറ നയം ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. ഇനിയും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എങ്കിൽ കോൺഗ്രസ് തുടർച്ചയായ വ്യാപക പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിലുള്ള ഭീഷണികൾ കൊണ്ടൊന്നും പേടിപ്പിക്കാനാവില്ല എന്നും മുത്തശ്ശിയെയും അച്ഛനെയും സമാനമായ തരത്തിൽ വർഗീയവാദികളുടെ ആക്രമണത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ട കുടുംബമാണ് രാഹുൽ ഗാന്ധിയുടേതും പ്രിയങ്ക ഗാന്ധിയുടേതെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. എന്തായാലും ന്യൂസ് 18 ചാനൽ ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവന്റെ ഭാഗത്തു നിന്നുണ്ടായ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ദേശീയ തലത്തിലും ഉടലെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇനി രാവിലെ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തുവരുന്നത്. രാജ്യവ്യാപകമായാണ് സേവനം റദ്ദാക്കിയിരിക്കുന്നത്. ഇന്റർനെറ്റ് അധാർമികമെന്നാണ് താലിബാൻ പറയുന്നത്. കാബൂളിൽ വിമാന സർവീസുകൾ താറുമാറായി. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, അധാർമികത തടയുക എന്നതാണ് ഈ നടപടിക്ക് പിന്നിലെ ലക്ഷ്യമെന്നാണ് താലിബാൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, വിചിത്രമായ നടപടികളാണ് താലിബാൻ ഭരണകൂടം അധികാരത്തിലെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ ഒരു സംഭവത്തെ നമുക്ക് നോക്കിക്കാണാൻ. ഇന്റർനെറ്റ് സേവനം രാജ്യവ്യാപകമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അധാർമികമാണ് ഇന്റർനെറ്റ് ഉപയോഗം എന്നാണ് താലിബാൻ ഭരണകൂടം പറയുന്നത്. ഇത് അധാർമികതയ്ക്ക് വഴിവെക്കും. അതിനെ തടയേണ്ടതുണ്ട്, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മാർഗമായിട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് താലിബാൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കാബൂളിൽ വിമാന സർവീസുകൾ റദ്ദായിരിക്കുകയാണ്. കാബൂളിൽ 8 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അത് കാബൂളിൽ നിന്ന് പുറപ്പെടേണ്ടതും കാബൂളിലേക്ക് എത്തേണ്ടതുമായ വിമാന സർവീസുകളെ ഇത് സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ വിച്ഛേദനവും താലിബാൻ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് സേവനങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വിച്ഛേദിക്കാൻ തുടങ്ങിയിരുന്നു. താലിബാന്റെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എന്ന് ഈ ഇന്റർനെറ്റ് സേവനങ്ങൾ തിരികെ കിട്ടും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുന്നില്ല. ഇതിനൊരു ബദൽ മാർഗം ഉണ്ടാകും എന്ന് താലിബാൻ ഭരണകൂടം പറഞ്ഞിരുന്നുവെങ്കിലും അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഒരു നോട്ടീസ് ഇനി ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഇനി ഉണ്ടാകുന്നത് വരെ ഇതേ സ്ഥിതി തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് മൊബൈൽ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് TV, ഇന്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ സാരമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്വകാര്യ ചാനലായ ടോളോ ന്യൂസ് തങ്ങളുടെ റേഡിയോ പ്രക്ഷേപണവും
അതുപോലെ തന്നെ TV പ്രക്ഷേപണവും തടസ്സപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. പകരം സോഷ്യൽ മീഡിയ പേജുകൾ നോക്കണം എന്നാണ് പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഒപ്പം തന്നെ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് താലിബാൻ വിലക്കിയിരുന്നു. ഒപ്പം തന്നെ അവിടെ വലിയ തോതിലുള്ള മറ്റ് വിലക്കുകളും താലിബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2021 US സേനയും ബ്രിട്ടീഷ് സേനയും അവിടെ നിന്ന് വിട്ടുപോയതിനു ശേഷം താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ഇസ്ലാമിക് ശരിയ നടപ്പാക്കുകയാണ്, അല്ലെങ്കിൽ ശരിയയെ പറഞ്ഞിരിക്കുന്ന വിധം ഭരണം നടത്താനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ നിരോധനങ്ങൾ ഈ താലിബാൻ ഭരണകൂടം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ താലിബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്റർനെറ്റ് നിരോധനമാണ്. രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് മറ്റ് സ്ഥാപനങ്ങൾ, അതായത് ബിസിനസ് സ്ഥാപനങ്ങളെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻസി കുറഞ്ഞ രീതിയിലാണ് പലയിടങ്ങളിലും ലഭിക്കുന്നത് എന്നതും ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നു. ഏതായാലും രാവിലെ ആകുന്നതോടുകൂടി ബാങ്കിംഗ് സേവനങ്ങളെ ഉൾപ്പെടെ ഇതോടുകൂടി തടസ്സപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുശ്രീ, അതുപോലെ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുക എന്ന ഒന്നുകൂടി ഒരു അർത്ഥം അതിനുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയില്ലേ? സ്വാഭാവികമായും താലിബാൻ ഭരണകൂടമാണ് അവിടെ ഭരണത്തിലേറുന്നത്. താലിബാനെതിരെ ശബ്ദിക്കുന്നവരുടെ വായടപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളാണ് താലിബാൻ ഉണ്ടാകാറുള്ളത്. ശക്തമായ നടപടികളാണ് താലിബാൻ ഭരണകൂടം എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രക്ഷോഭം അല്ലെങ്കിൽ വിമർശനം എത്ര കണ്ട് ഉണ്ടാകും, ഉയർന്നു വരും എന്നത് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാർത്താ ഏജൻസികൾ, അവിടെ പ്രവർത്തിക്കുന്ന പല വാർത്താ ഏജൻസികൾക്കും തങ്ങളുടെ ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാബൂളിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാന സർവീസുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ബദൽ മാർഗം ഉണ്ടാകുമെന്നാണ് താലിബാൻ ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ആ ബദൽ മാർഗം എന്താണ് എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. ആ ബദൽ മാർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾക്ക് ശേഷം ഇപ്പോൾ രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സേവനവും ഇവർ റദ്ദാക്കിയിരിക്കുകയാണ്. അനുശ്രീ, ശരി. അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യവ്യാപകമായാണ് സേവനം റദ്ദാക്കിയിരിക്കുന്നത്. സുവി വിശ്വനാഥനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ സർക്കാർ സർവീസിൽ നിന്ന് 1,00,000 പേർ വിവിധ വകുപ്പുകളിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരമാണ് ഈ സ്വയം രാജിവെക്കലിന് എല്ലാവരും ഒരുങ്ങുന്നത്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടരാജിക്കാണ് ഇതോടെ കളമൊരുങ്ങുന്നത്. മറ്റു വാർത്തയിലേക്കൊക്കെ വരുമ്പോൾ കരൂർ സംഭവം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ആ വിഷയത്തിൽ TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി VP മതിയഴകൻ അറസ്റ്റിലായി. മറ്റ് നേതാക്കളുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ദുരന്തത്തെ സംബന്ധിച്ച് പ്രകോപനപരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിന് 25 പേർക്കെതിരെ ചെന്നൈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കരൂരിൽ ഒരു TVK ബ്രാഞ്ച് സെക്രട്ടറി ജീവനൊടുക്കി. DMK നേതാവ് സെന്തിൽ ബാലാജിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് V അയ്യപ്പൻ ജീവനൊടുക്കിയത്. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG മിഥുൻ, കൂടുതൽ അറസ്റ്റുകൾ നടക്കുന്നു, ഒപ്പം തന്നെ ഒരാളുടെ ആത്മഹത്യ ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും വിജയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. അനുശ്രീ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് മതിയഴകൻ ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ കരൂരിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന് തുടരുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. അതിനുശേഷം ഇന്ന് തന്നെ മതിയഴകനെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. TVK നേതാവ് ബുസി ആനന്ദിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ, അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വിജയെ കൂടുതൽ ആക്രമിക്കാതെയുള്ള പ്രതികരണമാണ് ഇപ്പോഴും DMKയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അല്പസമയത്തിന് മുമ്പ് ഒരു പ്രതികരണം വന്നത് ഇത് വരുത്തിവെച്ച ഒരു ദുരന്തം തന്നെയാണ്. കാരണം വിജയ് എന്ന സിനിമാക്കാരനപ്പുറം വിജയ് എന്ന രാഷ്ട്രീയക്കാരന് ചില ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവവികാസങ്ങളെയൊക്കെ കുറിച്ചൊന്നും കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നുള്ള ചില വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തത്. മറ്റൊന്ന്, ഈ അല്പസമയത്തിന് മുമ്പ്
TVKയുടെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വി അയ്യപ്പൻ, ബ്രാഞ്ച് സെക്രട്ടറി വി അയ്യപ്പനാണ് ജീവനൊടുക്കിയത്. ആത്മഹത്യാ കുറിപ്പും ഇദ്ദേഹത്തിന്റെ പേരിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വി അയ്യപ്പന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് സെന്തിൽ ബാലാജിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. അതായത് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ചില സമ്മർദ്ദങ്ങൾ സെന്തിൽ ബാലാജി ചെലുത്തിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഇത്തരത്തിൽ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നടക്കമുള്ള ചില പരാമർശങ്ങൾ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു തലത്തിലേക്ക് ഈ കരൂരിലെ ദുരന്തം പോകുന്നു എന്നുള്ളതാണ്. അതായത് TVKയും DMKയും ഉള്ള നേർക്കുനേരുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെയും ഏകദേശം ഒരു 2 ദിവസത്തിന് മേലെയായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും വിജയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം FIRലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ FIRൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വിജയ് മനഃപൂർവ്വം ഈ സ്ഥലത്തേക്ക് വരുന്നത് വൈകിപ്പിച്ചു, ഏകദേശം 4 മണിക്കൂറോളം വൈകി എന്നുള്ളതാണ് ഒരു പരാമർശം FIRൽ പറയുന്നത്. മറ്റൊന്ന്, അനുമതി നൽകിയത് 10,000 പേർക്ക് മാത്രമായിരുന്നു. പക്ഷേ 25,000-ലധികം, അതൊരു പ്രാഥമിക കണക്കുകൾ മാത്രമാണ്, 25,000-ലധികം പേർ ഇവിടേക്ക് വന്നുവെന്ന് കൂടി പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നിരവധി നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിബന്ധനകളൊന്നും തന്നെ TVK പാലിച്ചില്ല. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു TVK അധികൃതർക്ക്. പക്ഷേ അതൊന്നും പാലിക്കാൻ അവർ തയ്യാറായില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമായി ഇവർ പറയുന്നത്. 11 പേർ തൽക്ഷണം മരിക്കാൻ ഇടയാക്കിയ സാഹചര്യം. മറ്റൊന്ന്, ഈ ആളുകൾ, ഈ വന്ന് തടിച്ചുകൂടിയ ആളുകൾ, അതായത് രാവിലെ മുതൽ വന്നതാണ്, ഈ സമയം ഇങ്ങനെ നീണ്ടുപോയതാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ വേണ്ടി വഴിയൊരുക്കുകയും ചെയ്തത്. ഇവരൊക്കെ പിന്നീട് ചില മരങ്ങളിലും ഒപ്പം തന്നെ ചെറിയ ഷെഡുകൾക്ക് മുകളിലായി കയറിയിരിക്കുകയും ചെയ്തു. ഇത് തകർന്ന് വീഴുകയും അത് താഴെ നിന്നവരുടെ മുകളിലേക്കാണ് പതിക്കുകയും ചെയ്തത്. അതാണ് മറ്റൊരു ഈ ഒരു ദുരന്തത്തിന് കൂടുതൽ ആഘാതം ഏർപ്പെടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു വ്യാപ്തി കൂടുകയും ചെയ്തതെന്നാണ് FIR ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലെ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് 11 പേർ, അതായത് 25 പേർ മരിച്ചത് ശ്വാസതടസ്സം മൂലമാണ് എന്നുള്ളതാണ്. അതിൽ 10 പേർ മരണം വാരിയലുകൾ തകർന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, 9 കുട്ടികളുടെ കഴുത്തിലെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെ ആന്തരിക അവയവങ്ങൾ തകർന്നാണ് മരിച്ചത് എന്നുള്ളതാണ്. പലർക്കും 3 മിനിറ്റ് നേരം വരെ ശ്വാസമെടുക്കാൻ സാധിച്ചില്ല എന്നുകൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ വാക്പോരുകൾ തുടരുകയാണ്. കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് പോകും. മറ്റൊന്ന്, നിലവിലെ സാഹചര്യത്തിൽ വിജയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് DMK എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർന്ന നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണം, അതായത് നിലവിലെ ജുഡീഷ്യൽ അന്വേഷണം കണ്ണിൽ പൊടിയാനുള്ള സർക്കാരിന്റെ നീക്കം മാത്രമാണ് എന്നുള്ളതാണ്. വലിയ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് TVK ഇപ്പോഴും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ളതാണ് TVK ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ TVK പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു പോലീസ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഏഷ്യ കപ്പിൽ പങ്കെടുത്തതിലും പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചതിലും പ്രതിപക്ഷ കക്ഷികൾ വിമർശനം തുടരുകയാണ്. ക്രിക്കറ്റ് മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. അതേസമയം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗം ഇന്ന് ചേരും. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും പരാതികളും മുഖ്യമന്ത്രിയെ അറിയിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിലുള്ള കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. 1800 425 67
89 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി സംവദിക്കാം. സംസ്ഥാന സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ചലച്ചിത്ര താരം ടോവിനോ തോമസ് ആയിരുന്നു ആദ്യ കോളർ. കോൾ സെന്ററിന്റെ പ്രവർത്തനം വിശദമാക്കുന്ന റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സംസ്ഥാന സർക്കാർ ഏറ്റവും പുതിയ പദ്ധതിയുടെ കോൾ സെന്ററാണിത്. ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ള പരാതികൾ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കാം. പരാതികൾക്ക് ഉടൻ പരിഹാരം എന്നുള്ളതാണ് ഇവിടെ ഈ സർക്കാർ ഉറപ്പു നൽകുന്നത്. പല തലങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ പരാതികൾ ഇവിടെ വരുമ്പോൾ അതിനനുസരിച്ച് കൃത്യമായി കൈകാര്യം 2 നോഡൽ ഓഫീസർമാരെ ഇവിടെ സർക്കാർ ഇതിനായി ഈ കോൾ സെന്ററിൽ നിയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കോൾ സെന്റർ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? കോൾ സെന്ററിൽ ഒരേ സമയത്ത് 10 കോൾ എക്സിക്യൂട്ടീവ്സ് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ കോൾ എക്സിക്യൂട്ടീവ്സിന്റെ സേവനം എന്ന് പറയുന്നത് 24/7 ആണ്. അതായത് ദിവസത്തിൽ 24 മണിക്കൂറും ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള എക്സിക്യൂട്ടീവ്സ് ഇവിടെ പത്ത് പേര് എല്ലാ 24 മണിക്കൂറും ഉണ്ടാകും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 10 പേർ വീതം 24 മണിക്കൂറും ഈ കോൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാവും. അവര് റിസീവ് ചെയ്യുന്ന സ്വീകരിക്കുന്ന കോളുകൾ പരാതി ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ബന്ധപ്പെട്ട വകുപ്പിലെ നോഡൽ ഓഫീസർക്ക് സെന്റർ ഓഫീസേഴ്സിന് അത് കൈമാറും. അവരുടെ ലോഗിനിൽ വരും. ആ പരാതി സെന്റർ ഓഫീസർ അതിൽ ഡാറ്റ എല്ലാം പര്യാപ്തമല്ലേ എന്ന്, ഈ പരാതി പരിഹരിക്കുന്നതിന് ആവശ്യമായ ഡാറ്റ പര്യാപ്തമാണോ എന്നുള്ളത് പരിശോധിക്കുകയും അത് അടുത്ത ലെവൽ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസേഴ്സിന് കൈമാറുകയും ചെയ്യും. കോൾ സെന്റർ ഇവിടെ ഉണ്ട്. ഈ സെന്റർ ഓഫീസർമാർ എല്ലാ ജില്ലകളിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ മാത്രമാണ്? സെന്റർ ഓഫീസേഴ്സ് എല്ലാം ഇവിടെ, ഈ കാണുന്ന എല്ലാം സെന്റർ ഓഫീസേഴ്സ് ആണ്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സെന്റർ ഓഫീസേഴ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ സ്റ്റേറ്റ് നോഡൽ ഓഫീസേഴ്സ് ആണ് ഡിപ്പാർട്ട്മെന്റിന്റെ. അവിടെയുള്ള ജില്ലാ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും മറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് സെന്റർ ഓഫീസേഴ്സിന് കൈമാറുന്നത് നോഡൽ ഓഫീസേഴ്സ് ആണ്. സിഎം പറഞ്ഞത് ഉടൻ പരിഹരിക്കാവുന്ന പരാതികൾ അപ്പോൾ പരിഹരിക്കും. പിന്നീട് ഓരോ തലങ്ങളിൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പരിഹരിക്കേണ്ടത് IAS തലത്തിലുണ്ടാകാം, അല്ലെങ്കിൽ മന്ത്രിമാർ തലത്തിലേക്ക് ഉണ്ടാകാം. അതെങ്ങനെയാണ് അതൊരു ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ് അതൊരു പോകുന്നത്? അത് നമ്മളെ പരാതി കിട്ടുന്നതിനനുസരിച്ച് കോൾ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിലേക്ക് കൈമാറുന്നതാണ്. ആ പരാതി കൈമാറി കിട്ടുന്നതിനെ സെഗ്രിഗേറ്റ് ചെയ്യും. ആ പരാതി എത്ര ടൈമിനുള്ളിൽ പരിഹരിക്കാവുന്നതാണ് എന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്തതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുന്നതാണെങ്കിൽ കൺസേൺഡ് നോഡൽ ഓഫീസറിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ട് അതിന്റെ കറക്റ്റ് സ്റ്റാറ്റസ്, പ്രസന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ആ പൊതുജനത്തിനെ തിരിച്ച് ഇവിടെ നിന്ന് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് തന്നെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അതിൽ കൂടുതൽ ടൈം ആവശ്യമുള്ളതിനെ നമ്മളത് എത്ര ടൈം ആവശ്യമാണ്, എത്ര തീയതിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വ്യക്തമായ നിർദ്ദേശവും തീർച്ചയായും ഒരു ഉറപ്പും ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിരവധി വകുപ്പുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വകുപ്പുകളെല്ലാം പരാതി വരും. ഇവിടെ എല്ലാ വകുപ്പുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അതെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സെന്റർ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് മേജറായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഏറ്റവും പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരാണ്. അവരെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വിഷയവുമാണ് വരുന്നത് ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുകയും ആ ഡിപ്പാർട്ട്മെന്റും അതിന് താഴെ ഓരോ ജില്ലയിലേക്ക് കൺസേൺഡ് നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും, സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും. അവരിലേക്ക് കൈമാറിയതിനു ശേഷം ഉടൻ തന്നെ 48 മണിക്കൂറിനുള്ളിൽ വിവരശേഖരണം നടത്തി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് റിപ്പോർട്ട്. മറുപടി എങ്ങനെയാണ് അവർ അറിയിക്കുന്നത്? ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു മെസ്സേജ് ആയിട്ട് SMS ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി ചോദിച്ചതിനുള്ള ഒരു മറുപടിയായിട്ട് ആ റിയൽ ടൈം അതിന് ഒരു മെസ്സേജ് പോകും. അപ്പോൾ രജിസ്റ്റർ ആവും. അതുപോലെ തന്നെ ടിക്കറ്റ് ജനറേഷൻ ആവുന്ന ആ ടിക്കറ്റ് നമ്പർ അവർക്ക് നൽകുന്നതായിരിക്കും. ഇനി അത് വെച്ച് അവർക്ക് ഫോളോ അപ്പ് ചെയ്യാം. അതല്ലാതെ തന്നെ ഈ കൈമാറിയത് 48 മണിക്കൂറിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് തിരിച്ച് അവരെ വിളിച്ചറിയിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലുണ്ട്. അവിടെ മെയിലിലൂടെ അറിയിക്കാം, കത്തിലൂടെ അറിയിക്കാം, നേരിട്ട് പോയി പറയാം. അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസം? ഇത്രത്തോളം സ്പീഡി അല്ലെങ്കിൽ കൂടുതൽ വേഗം എങ്ങനെയാണ് ഇത് വരുന്നത്? അല്ല, ഇത് നമ്മൾ ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സെന്റർ ഓഫീസേഴ്സ് തന്നെ നേരിട്ട് CM-ന് വേണ്ടി ഈ ജനങ്ങളെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു തരത്തിലുള്ള ഡിലേ ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ശൃംഖല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വിവരശേഖരണം നടത്തി നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരാതി പരിഹാര സെല്ലിനേക്കാൾ കുറച്ച് വേഗം ഉണ്ടാകുമെന്നാണ് ഒരു ഗുണമായിട്ട് കാണേണ്ടത്. അതെ, വേഗത്തിൽ പിന്നെ ജനങ്ങൾക്ക് പെട്ടെന്ന് വളരെ വേഗത്തിൽ സർക്കാരിനോട് ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഇന്ന് 2-3 നാളോട് സംസാരിച്ചു. അതുപോലെ മുഖ്യമന്ത്രി ഇടയ്ക്കെങ്കിലും ഇത്തരത്തിൽ ഡയറക്ട് കോൾ അറ്റൻഡ് അങ്ങനെ സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ഹയർ ലെവൽ ഡിസിഷൻ വന്നതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ തീർച്ചയായും അത് ചെയ്യുന്നതായിരിക്കും. സർക്കാർ നേരിട്ട് തന്നെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പ്രിപ്പറേഷൻ എത്ര സമയം എടുത്ത് ചെയ്തതാണ്? കാരണം ഇവർ കോൾ സെന്റർ ഉണ്ടാക്കുക, ഇവരെ കാര്യങ്ങൾ പഠിപ്പിക്കുക, വലിയ കൃത്യമായ ഒരു പ്രോസസ് നടന്നിട്ടുണ്ട് ഭാഗമായിട്ട്.
കൃത്യമായിട്ട് തന്നെ നമ്മുടെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ്സിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ അതിൽ അവർക്ക് പരിശീലനം നൽകുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്നത്, അവർക്ക് വേണ്ട പരിശീലനം, എല്ലാ തലത്തിലുള്ള പരിശീലനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഇപ്പോൾ ഈ ഇന്നത്തെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അതിനുശേഷമാണ്. താങ്ക് യു. ഏതായാലും ആ രീതിയിലാണ് വലിയ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു കോൾ സെന്റർ, ഒരു CM മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ തരത്തിലുള്ള ഒരു പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. അതിന്റെ വലിയ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനം എന്ന് നിർവഹിച്ചത്. ചലച്ചിത്ര താരം ടൊവിനോ ആദ്യം അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം വളരെ 2-3 കോളുകൾ മുഖ്യമന്ത്രി ആ രീതിയിൽ ആളുകളുടെ കോളുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ കോൾ സെന്ററിന് പുറമെ ഇടയ്ക്കെങ്കിലും മുഖ്യമന്ത്രി ഈ ജനങ്ങളെ പരാതികൾ നേരിട്ട് കേൾക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ജനങ്ങൾക്ക് വളരെ വേഗം സർക്കാർ കാര്യങ്ങൾ അറിയാൻ, മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമായി ഇത് മാറുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിന് ഉള്ളത്. CM വിത്ത് മീ എന്ന ഈ പദ്ധതി ഏതായാലും എത്തരത്തിൽ മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് വലിയ ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ്. നിരവധി അഴിയാക്കുരുക്കുകൾ, ചുവപ്പ് നാടകൾ ഇപ്പോഴും സർക്കാർ സർവീസിന്റെ പല തലങ്ങളിലുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഇതിലൂടെ കഴിയുമോ എന്നാണ് ഇപ്പോൾ സർക്കാർ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കുന്നത്. 1800-425-6789 ടോൾ ഫ്രീ നമ്പറിലൂടെയാണ് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായ നിർദ്ദേശങ്ങളും പറയാൻ കഴിയുക. സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ പ്രധാന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ അതിൽ അപേക്ഷകളുടെ അവസ്ഥ എന്നിവ ജനങ്ങൾക്ക് പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ആണ് സർക്കാർ ഈ പദ്ധതി ഒരുക്കുന്നത്. ഏതായാലും സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിലൂടെ കടന്നുപോകുമ്പോൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ നേരത്തെ നവകേരള സദസ് അടക്കമുള്ള മേഖലാതല യോഗങ്ങൾ അടക്കമുള്ള നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയിരുന്നു. അതിന്റെ ഒരു അടുത്ത പടിയായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. CM വിത്ത് മീ, മുഖ്യമന്ത്രി എപ്പോഴും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു സന്ദേശം കൂടിയാണ് സർക്കാർ നൽകുന്നത്. അതിനുവേണ്ടിയാണ് ഈ സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. വിഷയത്തിൽ VV അരുൺ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, അതിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ 2 മാസമായി വൈദ്യുതി ഇല്ലാതെ മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കുന്ന കുരുന്നുകൾക്ക് വൈദ്യുതി വെളിച്ചമെത്തിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഇടപെടൽ. 2 ദിവസത്തിനുള്ളിൽ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് കണക്ഷൻ നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പോപ്സ് കമ്പനി ഉടമകളുമായും കുട്ടികളുടെ കുടുംബവുമായും ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് പരിഹാരമായത്. 2 മാസമായി മെഴുകുതിരി വെട്ടത്തിൽ കഴിയേണ്ടി വന്ന വണ്ടിപ്പെരിയാർ സ്വദേശിനികളായ ഹർഷിനിയുടെയും ഹാഷിനിയുടെയും വാർത്ത പുറം ലോകം അറിഞ്ഞതോടെയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തിയത്. വൈദ്യുതി നൽകാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പോസ്റ്റ് സ്ഥാപിക്കുന്നതിൽ KSEB സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഇതോടെയാണ് ജില്ലാ കളക്ടർ വീണ്ടും വിഷയത്തിൽ ഇടപെട്ടത്. കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് രേഖകൾ കൈമാറാമെന്ന് പോപ്സ് കമ്പനി അധികൃതർ കളക്ടറെ അറിയിച്ചു. വീട്ടിൽ വീണ്ടും വൈദ്യുതി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഹാഷിനിയും ഹർഷിനയും. പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് 2 ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കുമെന്നാണ് KSEB അധികൃതരും വ്യക്തമാക്കുന്നത്. എസ്റ്റേറ്റിന്റെ സ്ഥലത്ത് പോസ്റ്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന പോപ്സ് കമ്പനിയുടെ നിലപാടായിരുന്നു വൈദ്യുതി ലഭിക്കാൻ തടസ്സമായിരുന്നത്. ഇതോടെയാണ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി നടപടിയെടുത്തത്. ന്യൂസ് 18 ഇടുക്കി. ഇനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റ് ആണ് സ്പെഷ്യൽ ഡേ. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ദക്ഷിതിന്റെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ വിശാഖ് S. നായർ, അമ്മ അഖില, സഹോദരങ്ങളായ ദക്ഷ, ദിഹ എന്നിവരാണ്. ദക്ഷിതിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. പള്ളിപ്പുറം സ്വദേശിനി ആൻമയുടെ 4ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ അമിലും അമ്മ സുനന്ദയുമാണ്. ആൻമീയക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.